എന്താണ് ബ്രോ ഇത് നിരാശ പോലെ? അല്ല നിങ്ങളാരാ? നീ അപ്പൊ എന്നെ കാണുന്നില്ലേ? ഞാൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അല്ല ചേട്ടാ, പിരിവെട്ടിട്ടിരിക്കണേ. ഇന്ന് നീ പോയതും വെറുതെ വേസ്റ്റ് ആയില്ലേ? അല്ല അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാ? കാലം കുറേയില്ലേ ബ്രോ നീ അത് കാണാൻ തുടങ്ങിയിട്ട്. അല്ല നിങ്ങളെവിടെയാ? ഇന്നെന്തായിരുന്നു കാരണം ഔട്ടാവാൻ? എന്താ ബ്രോ, ഞാനിത് 18 വർഷമായി തുടങ്ങിയിട്ട്. 18 വർഷത്തിന്റെ ഉള്ളില് 10-25ഓളം ഈ ഓഡിഷന് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട്. ഗതി കെട്ടു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു സ്റ്റാർ ആവും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഒന്നാമത് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കൂ, അങ്ങനെ അഭിനയിക്കൂ. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ബ്രോ. എനിക്ക് സമനില തെറ്റി തുടങ്ങി. ഈ 18 വർഷത്തിനുള്ളിൽ എത്ര അറ്റൻഡ് ചെയ്തു? 10-25 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 25 എണ്ണോ? 25 എണ്ണല്ല, 25,000ഓളം എണ്ണം. ഇയാളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റൂ, അപ്പൊ ചിലപ്പോ റെഡിയാവും. എന്ത് മാറ്റണ ആറ്റിറ്റ്യൂഡ്? ഈ ആറ്റിറ്റ്യൂഡല്ല അഭിനയിക്കാൻ പോകുമ്പോൾ അവര് പറയുന്ന സംഭവമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഒരു സ്ലേറ്റും പിടിച്ച് അതിൽ പേരെഴുതി ഇങ്ങനെ വന്ന് നിൽക്കണം മുന്നിൽ, എന്നിട്ട് ഇങ്ങോട്ട് അഭിനയിക്കുക. ഇത് തന്നെ. താങ്കളുടെ കൈ കൊണ്ടുള്ള ആക്ഷൻ ഒഴിവാക്കിയ ചിലപ്പോ നന്നാവും. ഏത് ഇതാ എന്റെ ബ്രോ? ഇത് ഈ സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. എന്നാൽ കുറെ പേർക്ക് അഭിനയിക്കാൻ അറിയാം, എന്നാൽ ചിലവർക്ക് അഭിനയിക്കാൻ അറിയില്ല. ചിലർക്ക് സൗന്ദര്യം ഉണ്ടാവും, ചിലർക്ക് സൗന്ദര്യം ഉണ്ടാവില്ല. സൗന്ദര്യം ഒന്നല്ല ഇതിന്റെ മാനദണ്ഡം, അഭിനയിക്കാനുള്ള കഴിവ് തന്നെയാണ്. അതുണ്ടോന്ന് വിലയിരുത്തിയതിനു ശേഷം മാത്രം മതി സെലക്ഷൻ. മറ്റന്നാളൊരു ഓഡീഷൻ ഉണ്ട് കലൂര്, അതിനെന്തായാലും പോവാം. അതിന്റെ പിറ്റേ ദിവസം പറഞ്ഞുകൂടി ഉണ്ട്. പക്ഷേ അതിന് പോയാൽ എങ്ങനെ മറ്റോടത്തേക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ 2 ഓഡീഷൻ. ഇത് എന്തായാലും എന്താണ് ബ്രോ, വയലന്റ് ആണല്ലോ? ഇവിടെ തന്നെ കണ്ടിട്ട് തന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഗതി കേട്ടിട്ട് അവിടുന്ന് ഇവിടെ വന്ന് നിൽക്കണത്. എവിടെ പോയാലുണ്ടല്ലോ ഇത്. ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞല്ലേ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റന്നാൾ കലൂര്. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ജോസ് ജംഗ്ഷൻ. എല്ലാം പുതുമുഖങ്ങളാണല്ലോ. ഇതെല്ലാം ശരിയാണല്ലോ. അല്ല താനാരാ? അല്ല താ പറയത്, താൻ എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്റെ പിന്നാലെ നടക്കണ്ടല്ലോ. അപ്പൊ എന്നെ ഒന്ന് സഹായിച്ചൂടെ? 25,000 ഓഡിഷൻ ചെയ്തിട്ട് ഒരു നല്ലൊരു വേഷം എനിക്ക് കിട്ടിയില്ല. 18 വർഷമായിട്ട് കുടുംബം പോറ്റുന്നത് ചേട്ടനല്ലേ? എന്റെ ബ്രോ, ഞാൻ എല്ലാ ദിവസവും ഈ ഓഡിഷന് പോണ കാരണം കൊണ്ട് എന്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റുമോ? എന്റെ അച്ഛനും അമ്മേനെ നോക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ ചേട്ടൻ എന്റെ അച്ഛനും അമ്മേനെ നോക്കണു. അതിനിപ്പോ എന്താ? ഇന്ന് കാലത്ത് ചേട്ടന്റെ വണ്ടിക്കൂലി വാങ്ങിയിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്? അതേടോ അതെ. നന്നാവില്ല, അടുത്തൊന്നും നന്നാവില്ല. എന്റെ ബ്രോ, എനിക്ക് ഈ ഉപദേശമല്ല വേണ്ടത്. എനിക്കൊരു നടനാവണം. ഞാൻ ഇത്ര ഓഡിഷൻ ചെയ്തു, പലയിടത്തും ചെല്ലുമ്പോ പൈസയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ എന്റെ അഭിനയം വേണ്ട അവർക്ക്? പൈസ മാത്രം മതിയാ? നിങ്ങൾ നല്ലൊരു വേഷം തന്നു നോക്കൂ, എന്നിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ ഓക്കെ. ബ്രോ, ഒരു നടനാവണമെങ്കിൽ ആദ്യം
ഓരോ വ്യക്തികളെ കണ്ടുപഠിക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടുപഠിക്കണം, അവരുടെ റിയാക്ഷൻ കണ്ടുപഠിക്കണം, അവരുടെ മോഡുലേഷൻ കണ്ടുപഠിക്കണം, എന്നിട്ട് സ്വയം ഒരു മോഡുലേഷൻ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വന്നാലൊരു നടനാവുള്ളൂ. ഇത് കാലത്ത് എഴുതിയിട്ട് ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങി നടനാവെന്ന് പറഞ്ഞാൽ ഒരുത്തനും ഇതുവരെ നടനായിട്ടില്ല. എനിക്ക് മനസ്സിലായി, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ആക്ടിങ് സ്കൂളിലെ ജോലി ദോഷല്ലേ അല്ലേ? പുതിയ അഡ്മിഷനുള്ള പരിപാടിയല്ലേ? എന്നെ അതിന് കിട്ടില്ല, അല്ലാണ്ട് തന്നെ ഞാൻ അഭിനയിച്ചോട്ടെ. എന്നെ അതിന് കിട്ടില്ല. ഓടോ.